ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഫക്കീർ അമ്പങ്കുന്ന് വീരാനൗലിയ ഉപ്പാപ്പ. മഹാനായ വീരാനൗലിയ ഉപ്പാപ്പ നിരവധി കറാമത്തുകൾ കാണിച്ച മഹാനാണ്. മഹാനവറുകളുടെ ജീവിതം എന്ന് പറയുന്നത് സദാസമയവും ദിക്റും സലാത്തും അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ചിന്തകളുമായിരുന്നു. അതായിരുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. മഹാനവറുകളുടെ ഒരു കറാമത്ത് ഇപ്രകാരമാണ്. ഒരാളിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ട ഒരു കറാമത്താണ് ഞാനിവിടെ പറയുന്നത്. ഒരാൾ ഇറച്ചി കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ചെറുപ്പം മുതലേ അയാൾക്ക് ഇറച്ചി കഴിച്ചാൽ എന്തൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന എന്തോ പ്രശ്നത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വീരാനൗലിയ പാപ്പാൻ്റെ അടുക്കിലേക്ക് അയാൾ കുഞ്ഞായിരിക്കുമ്പോൾ അയാളുടെ ഉമ്മ മഹാനവറുകളുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മഹാനവറുകൾ അവിടുന്ന് ഒരു പീസ് ഇറച്ചി എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു. അങ്ങനെ അയാളുടെ ആ രോഗം മാറിയെന്നാണ് പറയുന്നത്. അയാളിപ്പോൾ എന്തും കഴിക്കുമെന്ന് എന്നോട് വളരെയേറെ സന്തോഷത്തോടു കൂടി ഈ കാര്യം എന്നോട് പറയണ്ടായി. അത്യാവശ്യം വയസ്സായിരിക്കുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ചെറുപ്പത്തിലാണ് അമ്പങ്കുന്ന് ഉപ്പാപ്പാനെ കണ്ട് ഇങ്ങനെ ഈ രോഗാവസ്ഥ അവരുടെ ഉമ്മ മഹാനവറുകളോട് അവതരിപ്പിച്ച കാര്യം എന്നോട് പറയുന്നു. അത്യാവശ്യം വയസ്സായ ഒരാളാണ്. അദ്ദേഹത്തിനത് പറയുമ്പോൾ മഹാനവറുകളോടുള്ള ഇഷ്ടത്തിൻ്റെ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അള്ളാഹുവിൻ്റെ മഹാന്മാരെയൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നമ്മളുടെ ഹിലോകവും പരലോകവും അള്ളാഹു വെളിച്ചമാക്കി തരും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കറാമത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മാൻ്റെ ഉമ്മാക്കും എൻ്റെ വല്യമ്മാൻ്റെ അനിയനും ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഈ വല്യമ്മാൻ്റെ അനിയന് അദ്ദേഹത്തിനിപ്പോൾ ഏകദേശം 81 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ചെറുപ്പമായിരുന്ന സമയത്ത് ഈ ഉമ്മാക്കും ഈ പറഞ്ഞ വല്യമ്മാൻ്റെ അനിയനും വല്ലാത്ത ചൊറിയും ചിരങ്ങുമാണ്. ദേഹത്ത് മുഴുവനും ഈ ചൊറിയും ചിരങ്ങുമായിട്ട് ഒരുപാട് ഇടങ്ങാറായി. കുറേ ചികിത്സകളൊക്കെ അവർ നടത്തി, എന്നിട്ടൊരു മാറ്റം കാണാനില്ല. കുട്ടിക്ക് നന്നായി ചെറുതാകുന്ന സമയത്തൊക്കെ പണ്ടത്തെ ആളുകൾക്കൊക്കെ ചൊറിയും ചിരങ്ങും നന്നായിട്ടുണ്ടായിരുന്നു. മഹാനവറുകളോട് ആ വഴി വരുന്ന സമയത്തൊക്കെ മഹാനവറുകളോട് ഈ കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ മഹാനവറുകൾ ഈ ഉട്ടിച്ചൂത്തിയുടെ ഇല ഇങ്ങോട്ട് ഊരിയെടുത്തു. ഇത് കാച്ചിയിട്ട് നിങ്ങൾ എണ്ണ തേച്ചിട്ട് കുളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ അത് അങ്ങനെ പറഞ്ഞതുപോലെ ചെയ്തതും അവരുടെ രോഗം എത്ര പെട്ടെന്നുകൊണ്ടാണ് മാറി. പിന്നെ അത് ഏതിയെ പോയി കണ്ടില്ല. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലകപ്പെട്ടോ, നിങ്ങൾ ഏത് പ്രയാസത്തിലകപ്പെട്ടോ, നിങ്ങൾ ഏത് വിഷമത്തിൽ നിങ്ങൾ ഒരുപാട് ഇടങ്ങേറായി, നിങ്ങൾ ഒരുപാട് വശം കെട്ട് നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹുവിനോട് തീർച്ചയായും ദുആ ചെയ്താൽ, നിങ്ങൾ ഈ ഫാത്തിഹ മഹാന്മാരുടെ പേരിൽ നിങ്ങൾ ചൊല്ലി ഫാത്തിഹ ഓതുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് ഫലം കിട്ടും. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി പവറാവും. അള്ളാഹുവിനോട് നിങ്ങൾ കാര്യമായി ദുആ ചെയ്യുക. മഹാന്മാരുടെ പേരിലൊക്കെ ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹു അതിവേഗത്തിൽ ആ ദുആ സ്വീകരിക്കുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് തരില്ലേ? അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മക്കാമിലേക്കൊക്കെ പരമാവധി നമ്മൾ പോവുക. നമ്മളുടെ ദേഹത്തുള്ള എന്ത് പൈശാചികമായ ബുദ്ധിമുട്ടുകൾ, എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അവിടെ അള്ളാഹുവിൻ്റെ മഹാന്മാരവിടുത്തെ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പേടിക്കാനുള്ളത്? എപ്പോഴും മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുക. അവരുടെയൊക്കെ കാവലുണ്ടാവും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക.